ഒരിക്കലും നിങ്ങളോട് ഇതുവരെ എൻ്റെ ഒരു വീഡിയോ ഒന്നും ഫുള്ളായിട്ട് കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നൊരു റിക്വസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് കമൻറ്റ് ചെയ്യണം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. വെറുതെ കുറേ നാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു സാധനമാണ് ഒരു ടെറാറിയം ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു പോട്ട് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. ഇതൊരു അക്വേറിയമാണ്, ചെറിയൊരു ടേബിൾ ടോപ്പായിട്ടൊക്കെ വെക്കുന്ന. അപ്പോൾ അതിനകത്ത് എൻ്റെ മീനിനെയൊക്കെ വളർത്തി ഇന്ന് അതിനെ തേച്ച് കഴുകി എടുത്ത് നല്ല വൃത്തിയായിട്ട് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കല്ലുകളൊക്കെ താഴെ ഇട്ടു. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി ചെളിമണ്ണെന്ന് വെച്ചാൽ നമ്മുടെ റോസൊക്കെ വരുന്ന മണ്ണുണ്ടല്ലോ, അപ്പം ആ മണ്ണ്, റോസ ചെടികളൊക്കെ വരുന്ന മണ്ണ്, എനിക്ക് തോന്നുന്നത് പൂനെയിലെ മണ്ണാണ് കൂടുതലും. അപ്പോൾ ആ മണ്ണ്, പിന്നെ ഇവിടുത്തെ കേരളത്തിലെ മണ്ണുണ്ട് കേട്ടോ. ആ റെഡ് കളറിൽ കാണുന്നത് കേരളത്തിലെ മണ്ണും ആ ഒരു വൈറ്റ് കളർ കാണുന്നത് കണ്ടോ, അത് പൂനെയിലെ മണ്ണുമാണ്. അപ്പോൾ ആ പൂനെയിലെ നല്ല കട്ടച്ചെളിയാണ് കണ്ടോ. ഇത് ഞാൻ ഒരിടയ്ക്ക് ഇവിടെ ചെടികൾ വന്നപ്പോൾ, നമ്മുടെ നഴ്സറിയിലേക്ക് ചെടികൾ വന്നപ്പോൾ പൂനെയിലോടായിരുന്നു വന്നപ്പോൾ എനിക്ക് ആ മണ്ണ് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നി. അപ്പോൾ കുറേ ചെടികൾ നമ്മൾ എങ്ങനെ വന്നാലും ലോഡിറക്കുമ്പോൾ നശിച്ചു പോകാറുണ്ട്. കുറച്ച് ചെടികൾ, ഇപ്പോൾ ഒരു 100 ചെടി എടുക്കുമ്പോൾ ഒരു 5 ചെടിയൊക്കെ നമുക്ക് നഷ്ടം വരും. അപ്പം അങ്ങനെ വരുന്ന ചെടികളുടെ ആ മണ്ണ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നിയിട്ട്, കാരണം കട്ടച്ചെളി. അപ്പോൾ അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. കവറിൽ നിന്ന് മാറ്റിയതേ ഇല്ല, അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. എന്തോ തോന്നി എടുത്ത് വെച്ചു. അപ്പോൾ ഇപ്പം അത് എനിക്കത് പ്രയോജനപ്പെട്ടു. കുറേ നാൾക്ക് മുന്നേ, ഒരു 5-6 മാസം മുന്നേ എടുത്ത് വെച്ച സാധനം ഇപ്പം പ്രയോജനപ്പെടുന്ന രീതിയാണ് ഈ കാണുന്നത്. അപ്പോൾ ടെറേറിയം ചെയ്യലാണ്. ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ കസ്റ്റമർ ഷോപ്പിലിടക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് അത് ചെയ്യാൻ പറ്റും. ചെയ്ത് വന്നപ്പോൾ രാത്രിയായി. പക്ഷേ എനിക്കത് ഇന്ന് ചെയ്തിട്ട് തന്നെ വീട്ടിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്തോ ചില സാധനങ്ങൾ അങ്ങനെയാണ്, തുടങ്ങി വെച്ചാൽ അത് മുഴുവനും തീർത്തിട്ട്, അല്ലെങ്കിൽ എത്ര രാത്രിയായിരുന്നെങ്കിലും അതൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മൊത്തം തീർത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോകാറുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ചെടികളൊക്കെ കൈ കിട്ടിയൊക്കെ വെട്ടി കുത്തി നിറച്ച് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ. പക്ഷേ രാത്രി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് മോസ് ഇത്തിരി കിട്ടുള്ളൂ കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇത്തിരി മോശം കിട്ടുള്ളൂ. നാളെ ബാക്കി ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഇങ്ങനൊരു വർക്ക്. ഒരുപാട് ഇഷ്ടപ്പെട്ടതോടെ ഞാനത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൊച്ചു ലോകം, ഒരു ഗ്ലാസ് ബൗളിനകത്ത് നോക്കിയിട്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഐസോപോഡ്സിനെ ഇടണം, പിന്നെ ഒരു കുഞ്ഞ് ഡോള് വെക്കണം. അത് നമ്മുടെ ബുദ്ധൻ്റെ ഒരു ഡോളോ അങ്ങനെ എന്തെങ്കിലും വെക്കണം, ഒരു കുഞ്ഞൊരു ആനിമലിനെ വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് ആഗ്രഹം. പിന്നെ അതിൻ്റെ ടോപ്പിൽ എന്ത് ലൈറ്റ് കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. നാളെ കുറച്ച് ഐസോപോഡ്സിനെ കൂടി ഇടുന്നുണ്ട്. കുഞ്ഞൊരു ജീവി, ഇതിനകത്ത് വരുന്ന വേസ്റ്റൊക്കെ തിന്ന് തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളും കരിഞ്ഞിലകളൊക്കെ തിന്ന് തീർക്കണ ഒരു ജീവിയുണ്ട്, ഒരു കുഞ്ഞു ജീവി, അതിനെ കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നാളെ ബാക്കി ഇടാം കേട്ടോ. അപ്പോൾ